അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ പാർട്ട് 2 വീഡിയോ ഓഫ് ഇതിൻ്റെ മുമ്പത്തെ ഈ ഓൺലൈൻ ഫൈൻസ് വീഡിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അത് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് കാണിച്ച വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും പോയിട്ടൊന്ന് കണ്ടോക്കുക. കാരണം അതിൽ അടിപൊളി കളക്ഷൻ ഉണ്ട്. അപ്പോൾ അത്രയും അഫോർഡബിൾ റേറ്റിൽ കിട്ടിയ അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. അതൊന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ യൂസ് ചെയ്തതും വാഷ് ചെയ്തതുമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്ക് പുതിയ വന്ന 2 പാക്കേജസും ഞാൻ ഇതിൽ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഒരു 3 പീസ് സെറ്റാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു പ്രിന്റഡ് പാൻസ് ആണ് വരുന്നത്. ഒരു പ്രിന്റഡ് ദുപ്പട്ട ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രിന്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രിന്റും മിക്സ് ആക്കിയിട്ടാണ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് വൈറ്റിലാണ്. വൈറ്റിൽ ഇവിടെ നെക്കിൽ ഈ ഒരു ഇത്ര പോർഷൻ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഇങ്ങനൊരു ഫ്ലവർ പ്രിൻറ്റ്സ് ത്രൂ ഔട്ട് ദ ബോഡിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് എൻഡ് വരുമ്പോൾ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ എൻഡിൽ സെയിം നമ്മുടെ പാൻറ്റിൻ്റെ പ്രിൻറ്റിൻ്റെ എൻഡിലായിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ അല്ല, ഇതൊരു ബ്ലെൻഡ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയും നല്ല കിടിലൻ ക്വാളിറ്റിയിലാണ് വന്നിട്ടില്ല. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു. പറയാനുള്ള റീസൺ ലുക്ക് അറ്റ് ദ പ്രിൻറ്റ്. ഇതിങ്ങനെ ക്ലോസ് ഷോട്ട് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസാണ്. 500 സംതിങ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ റേറ്റിൽ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഷോപ്പിൽ പോയാൽ കിട്ടാനില്ല ചാൻസ് അത്രയും കുറവാണ്. ഒരു 3 പീസ് അടിപൊളി കളക്ഷനാണ് ഇത് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോ ഞാൻ സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റ് എങ്ങനെയൊന്നും വരും അത് മനസ്സിലാവുക. അടിപൊളി 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 പ്രൊഡക്റ്റാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതും ഒരു 3 പീസ് സെറ്റാണ്. ഇത് ഞാൻ എപ്പോഴും മീഷോയിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ എപ്പോഴും ഇതിൻ്റെ കാർട്ടിൽ ആഡ് ചെയ്യണതാണ്. പക്ഷേ വാങ്ങിക്കണം എന്ന് കരുതിയിട്ട് പിന്നെ എന്ന് കരുതി മാറ്റി വെച്ച ഒരു പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഇനി പിന്നേക്ക് വെക്കണില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാനുള്ള റീസൺ. ഇതിൻ്റെ സൈഡിൽ സ്ലിറ്റൊന്നും വരുന്നില്ല. പിന്നെ ഒരു വല്ലാണ്ട് ഫ്ലെയറായി കിടക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ഭയങ്കര നല്ല നൈസായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്ക്, ഇതിൻ്റെ സ്ലീവ് എൻഡിലൊക്കെ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നെക്കിലും ഈ ഒരു ഇതുവരെ ഒരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ഓരോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ഈ ഒരു ലെങ്ത്തിൽ കുഞ്ഞി ലേസ് ഡീറ്റെയിലിങ് 4 എണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇവിടെ 2 ആയിട്ട് അങ്ങനെ 4 എണ്ണമായിട്ട് ഒരു ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡ് എടുത്ത് നോക്കിയാൽ ആ എൻഡിലും ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ലേസ് എന്ന എന്താ ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഇവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി ലുക്കിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതിൻ്റെ എടുത്ത് പറയണം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ദുപ്പട്ട, ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ദുപ്പട്ടാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടാണ്. ഇട്ട പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്തിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ഇങ്ങനെ പ്രിൻ്റ് വൈറ്റിൽ പ്രിൻറ്റും പിന്നെ എൻഡ് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പിങ്ക് എന്നെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് പ്ലെയിൻ വൈറ്റാണ്. ബട്ട് ഇതിൻ്റെ എൻഡിൽ കണ്ടോ, ആ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഒക്കെ ഉള്ള പോലെ ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് കേട്ടാൽ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോകും.
ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 സംതിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വിയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോ ഞാൻ എന്തായാലും സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് 500 സംതിങ്ങിന് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പ്രോഫിറ്റിൽ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. പിന്നെ നെക്ക് റൗണ്ട് നെക്കാണ്. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു വി കട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു ലേസ് ഈ സൈഡിൽ ഉണ്ടാവുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇൻവിസിബിൾ സിബൊക്കെ ആഡ് ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നവർക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഞാൻ എന്തായാലും വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോ ആഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ നോക്കും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിയർ ചെയ്ത് ഒരു വിധമായ ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ, ഒരു 3 months 4 months ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത്രയും തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ണാണ്. ഒരു സ്ലിറ്റഡ് ടോപ്പാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു പീക്കോക്ക് ബ്ലൂവിൽ ഒരു ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിലും കൊടുത്തിട്ടുണ്ട്. നെക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോളർ നെക്കൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ഫ്ലവർ പ്രിൻ്റ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്നിട്ടൊരു കോട്ടൺ ഒക്കെ പോലെ തോന്നിക്കുന്ന മെറ്റീരിയൽ, എന്നാൽ പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് മെറ്റീരിയലാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്ലൂ ഡെനിമിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത ഒരു പെർഫെക്റ്റ് ചോയ്സ് ആവും. അപ്പോൾ അതുപോലെ ഇതൊക്കെ ഈ ഒരു ബ്ലൂ ഷോളോ അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷോളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും. ഭയങ്കര കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ്. ഞാൻ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ഇട്ടിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയിലാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് വിയർ ചെയ്തിട്ടില്ല. ഫോട്ടോ വീഡിയോ സൈഡിൽ ആഡ് ചെയ്യുന്നത് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു പ്രൊഡക്ട്സാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇന്നത് പുറത്തൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാകും. കാരണം അത്രയും തവണ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇത് ചുരുങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. അപ്പോൾ XL ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നത് തന്നെയാണ്. അങ്ങനെ ചുരുങ്ങും കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രൊഡക്ട്സാണ്. സെയിം കളർ ചേഞ്ച് ആണ്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ആവില്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൈസ് ടാഗും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അത് എടുത്ത് വെച്ചിട്ട് കുറച്ചായെങ്കിലും ഇത് വിയർ ചെയ്യാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് ലെങ്ത്തിൽ വരുന്ന ഒരു ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ലീവൊക്കെ വരുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിലും നമുക്കിത് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എടുത്ത് പറയണമെന്നില്ല. ഞാനിതിന് 2 കളർ ഓർഡർ ചെയ്തിരിക്കണം. ഇത് അത്രയും അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഞാനിത് വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇവിടെ വരുന്നത് ഒരു എലാസ്റ്റിക് പോലെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ലീവിൻ്റെലും വരുന്നത് കേട്ടോ. എലാസ്റ്റിക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതൊരു ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ. പിന്നെ ഞങ്ങൾക്ക് വേറെ എന്തിൻ്റെ കൂടെ ഇന്നറായിട്ടും നോർമൽ ഇന്നർ ഇടുമ്പോൾ അതിൻ്റെ ലുക്ക് പോലെ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യുക. പിന്നെ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യുക. ഇതിൻ്റെ സെയിം വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും എനിക്ക് അത്രയും ഇഷ്ടപ്പെടുമ്പോൾ ബ്ലാക്കും വൈറ്റും ആകുമ്പോൾ നമുക്ക് ഓൾ ഡ്രസ്സിൻ്റെ കൂടെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഇന്നറായിട്ട് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചതാണ്. ഞാൻ പുറത്ത് നിന്ന് വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത്. കാരണം ഓരോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിലെ സൗണ്ട് വരുമ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇടാനും ഊരാനും ഉള്ള എളുപ്പത്തിൽ ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ. ഇത് വിയർ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഞാൻ വിയർ ചെയ്ത ബ്ലാക്കും വൈറ്റും വിയർ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി പ്രൊഡക്ട്സ് ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോക്കുക. ഇതിലും നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, അതിലും നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് ഇഷ്ടമാകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ഗൗണാണ്, ഫുൾ ഗൗണാണ്. ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. അണ്ടർ 500 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അൺബിലീവബിൾ അല്ലേ? അപ്പോൾ
അത്രയും കിടിലം പ്രൈസിൽ അത്രയും അഫോർഡബിൾ ആയിട്ട് അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഗൗണാണ്. ഒരു ബ്ലാക്കിൽ ഒരു ബ്രിക്ക് ഓറഞ്ച് പിന്നെ ഇതാ ഒരു ഗോൾഡൻ ഒക്കെ പ്രിന്റിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൗണാണിത്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഇതിന് മുമ്പ് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അൺബോക്സിങ്ങിൻ്റെ ടൈമിൽ. അത് കണ്ടിട്ട് ഓരോരുത്തർ വാങ്ങിച്ചു അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കാത്തവർക്കും ഇത് കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. 500 സംതിങ്ങിന് ഇങ്ങനൊരു ഫുൾ ഗൗൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടുമായിരിക്കും, പക്ഷെ ക്വാളിറ്റി ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തിനാ വെറുതെ മിസ്സാക്കുന്നത്? അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫുൾ ഗൗൺ ആണ് ഇത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നെക്കിൽ കണ്ടോ അങ്ങനെ ഒരു ഫുൾ നെക്ക്, ബാക്കിലൊക്കെ ഫുൾ നെക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് വൈഡ് നെക്കാണ്, കുറച്ച് അടിക്കുള്ള നെക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവ് എൻഡിൽ ബലൂൺ ഫിറ്റ് പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എൻഡിൽ ഇങ്ങനെ കുഞ്ഞ് എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വേസ്റ്റ് സൈഡിലും എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പീസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 റുപ്പീസിൻ്റെ ഉള്ളിലുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനാ മിസ്സാക്കണം? അത്രയും നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് എന്നോ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിൻ്റെ കുറേ മുമ്പ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത്രയും കാലം ഇതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ അല്ലേ. ഇതിൻ്റെ എൻഡ് വരുമ്പോൾ ത്രൂ ഔട്ട് ബോഡീൻ്റെ എൻഡ് വരുമ്പോൾ ഇതാ ഇങ്ങനെ 2-3 ഒരു കട്ടിങ് ആയിട്ട് ഇങ്ങനെ വേറെ പീസൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലോത്ത് വെറുതെ അങ്ങോട്ട് തുന്നിത്തരുമെന്നല്ല ഈ റേറ്റിന് ചെയ്തിട്ടില്ല. ഇതുമ്പോൾ ഒരു കുറേ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു സാധനം. അപ്പോൾ എങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ മനസ്സിലാവണില്ല. എനിക്ക് ഫസ്റ്റ് വണ്ടർ അടിച്ചൊരു കാര്യമായിരുന്നു ഇത് 500 റുപ്പീസിൻ്റെ അടിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ. അങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ചപ്പോൾ ഉണ്ടല്ലോ ശരിക്കും വണ്ടർ അടിച്ചത് അപ്പോഴാണ്. അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ ഇവർക്കിത് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത്രയും അടിപൊളിയായിട്ട് ഇവരിത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഞാൻ ഈ കുറേ മുമ്പ് വരെ ഞാനിങ്ങനെ മീഷോന്നൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ ഒരു 2 to 3 ഇയർ മുമ്പൊക്കെ മീഷോന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ വാങ്ങിക്കൂല. കാരണം എനിക്ക് മീഷോ എന്ന് പറഞ്ഞാൽ അത്രയും വാങ്ങിച്ചാൽ നമുക്ക് പാളിപ്പോവും, അങ്ങനെ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ മുമ്പ് ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം അതൊക്കെ അത്രയും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. പിന്നെ നിങ്ങൾ ഏതും സ്ക്രോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബെസ്റ്റ് തോന്നിയത് ചൂസ് ചെയ്ത് അന്ന് ഫിൽറ്റർ ചെയ്ത് അങ്ങനെ കുറേ നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത്രയും കിടിലം പ്രൊഡക്ട്സാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആ ഒരു ലിങ്ക് കയറിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ചിലപ്പോൾ പ്രൊഡക്ട്സ് അങ്ങോട്ട് കൊണ്ട് മാറി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് റിട്ടേൺ കൊടുത്താൽ മതി, അതെന്തായാലും റിട്ടേൺ ആവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. ഭയങ്കര ഭംഗിയായിട്ട് ഞാനിത് വിയർ ചെയ്തിട്ടുള്ള വീഡിയോ ഇവിടെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത് എത്രത്തോളം സത്യമാണെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. പിന്നെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ എന്ത് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ അതുള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് അതൊക്കെ സോൾവ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു റമദാൻ ഇഫ്താർ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുവരെ